കേരളം ഒരു നല്ല നാടാണ്, ഒരു സാഹോദര്യത്തിൻ്റെ നാടാണ്. ഇവിടെ ഒരു ഇടതുപക്ഷ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന കേരളമാണ്. ആ കേരളം അനുഭവിച്ചു വന്ന കുറേ കാലമായി അനുഭവിച്ചു വരുന്നൊരു പ്രശ്നമായിരുന്നു ഗവർണറുടെ നടപടികളും അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങളുമെല്ലാം. അതുകൊണ്ട് ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാര സ്ഥാനമാണ് ഗവർണർ. ഈ ഗവർണർ പദവി തന്നെ ആവശ്യമില്ലാത്തതാണ് എന്ന് ചിന്തിക്കുന്നതാണ് പൊതുവെ ഇടതുപക്ഷക്കാർ. അത് ഗവർണർ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഗവർണർ സ്ഥാനം ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിച്ചു പോകുന്നു. ഒരു ഗവർണർ വന്നാൽ ഗവൺമെൻറ്റുമായി സഹകരിച്ച് ഗവൺമെൻറ്റുമായും മുഖ്യമന്ത്രിയുമായും മറ്റു മന്ത്രിമാരുമായും ജനങ്ങളുമായും നല്ലതുപോലെ സ്നേഹിച്ച് ആദരിച്ച് പ്രവർത്തിക്കേണ്ട സ്ഥാപനമാണ്. പക്ഷെ ഇവിടെ ഒരു ഗുണകരമായ നിലയല്ല. ഇവിടുത്തെ നമ്മൾ ഉന്നത വിദ്യാഭ്യാസ മേഖല മുഴുവൻ ഇപ്പോൾ താറുമാറായി കിടക്കുകയാണ്. ഒരു കാര്യമില്ല. ഒരു വാശിയുടെയും ഒരു തെറ്റായ നടപടികളുടെയും ബാഹ്യശക്തികളുടെ സമ്മർദ്ദത്തിൻ്റെയും ഫലമായി സംഭവിച്ചിട്ടുള്ളതാണ്. അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. വിദ്യാസമ്പന്നരുടെ നാടായിട്ടുള്ള ഈ കേരളം, നമ്മുടെ സർവകലാശാലകളൊക്കെ വളരെ മെച്ചപ്പെട്ട സ്ഥാപനങ്ങളാണ്. ആ സർവകലാശാലകൾ മുഴുവൻ അലങ്കോലപ്പെടുത്തിയില്ലേ? അദ്ദേഹം തിരിഞ്ഞു നോക്കൂ. ഈ കേരളത്തിലെ ഭരണരംഗത്തിരുന്ന് കേരളത്തിലെ ജനങ്ങളുടെ എല്ലാം പ്രീതി സമ്പാദിച്ചു കൊണ്ടാണോ? ഇതിന് മുമ്പ് ഒരു ഗവർണർ ഉണ്ടായിരുന്നില്ല ഇവിടെ. അദ്ദേഹം ഇവിടുന്ന് നാട്ടിലേക്ക് തിരിച്ചു സർവീസിൽ നിന്ന് 5 വർഷം പൂർത്തീകരിച്ച് പോകുമ്പോൾ എത്രമാത്രം ജനങ്ങൾ സ്നേഹവും ആദരവും അദ്ദേഹത്തെ ഹൃദയത്തിൽ സ്ഥാപിക്കുകയായിരുന്നില്ലേ? അതൊക്കെ വരുന്ന ഗവർണർമാരുമെല്ലാം മനസ്സിലാക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും നല്ലതായിരിക്കണം. ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ സ്ഥാപനമാണ് ഗവർണർ. അതാണ് ഗവർണർ നിർവഹിക്കേണ്ടത്. അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആസ്ഥാനമാകരുത്, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തന കേന്ദ്രമാകരുത്. ഇത് ഒരു ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ, ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ സഹായിക്കാൻ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തും ശക്തിയും നൽകാൻ, കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ സഹായങ്ങൾ സംസ്ഥാനങ്ങൾക്ക് നേടിക്കൊടുക്കാൻ പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമാണ് ഗവർണർ. ആ നിലയിൽ ഇനി വരുന്നവർക്കും പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോൾ അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനുള്ള അനുഭവങ്ങൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത് അവരോട് ചോദിച്ചു നോക്കൂ. അവരെന്നേക്കാളും പറയാനും കൈകാര്യം ചെയ്യാനും ഒക്കെ പ്രാപ്തരല്ലേ? നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ. എൻ്റെ കാര്യം ഞാൻ പറയാം. അല്ലാതെ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് മുൻ പരിചയങ്ങളൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ പത്രക്കാർ എഴുതിയിട്ടുള്ള വിവരം മാത്രമേ എനിക്കുള്ളൂ. അതനുസരിച്ച് നിങ്ങൾക്കുള്ള അറിവേ എനിക്കുള്ളൂ. നിങ്ങളെല്ലാം എഴുതിയിട്ടുള്ളത് അദ്ദേഹം RSS ആണെന്നാണ്. ആ അറിവേ എനിക്കുള്ളൂ. കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് കേരള ഗവൺമെൻറ്റിനോടൊപ്പം നിന്ന് നല്ല പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ ഗവർണർമാർ പരിശ്രമിക്കണം. ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ പരിശ്രമിക്കണം. അതാണ് എനിക്കുള്ളൊരു നിരീക്ഷണം. പിന്നെന്താ, നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്നു അല്ലേ? നമുക്കതുപോലെ അതിവേഗത്തിൽ തന്നെ പ്രസിദ്ധീകരിക്കാനും നടപടി സ്വീകരിക്കാം.